പുലർച്ചെ 2 മണി. വീട് പൂർണ്ണമായും നിശബ്ദമാണ്. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന ഒരേയൊരു ശബ്ദം ക്ലോക്കിൻ്റെ ശബ്ദമോ റെഫ്രിജറേറ്ററിൻ്റെ മുഴക്കമോ മാത്രമാണ്. നിങ്ങൾ ക്ഷീണിതനാണ്. നിങ്ങളുടെ ശരീരം ഭാരമുള്ളതാണ്. നിങ്ങളുടെ കണ്ണുകൾ കത്തുന്നു. നിങ്ങൾ ഉറക്കത്തിനായി യാചിക്കുന്നു. നിങ്ങളുടെ തലച്ചോറ് ഉണർന്നിരിക്കുകയാണ്. അതൊരു മാരത്തൺ ഓടുകയാണ്. 10 വർഷം മുമ്പുള്ള സംഭാഷണങ്ങൾ വരെ വീണ്ടും പ്ലേ ചെയ്യുന്നു. നാളെയെക്കുറിച്ച് വേവലാതിപ്പെടുന്നു, അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യാൻ വിസമ്മതിക്കുന്നു. ഇത് പരിചിതമായി തോന്നുന്നുണ്ടോ? നിങ്ങൾ തലയാട്ടുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഉറക്കമില്ലായ്മ, പ്രത്യേകിച്ച് നമ്മൾ പ്രായമാകുമ്പോൾ, ഞാൻ കേൾക്കുന്ന ഏറ്റവും സാധാരണമായ പരാതികളിൽ ഒന്നാണ്. പ്രായമാകുമ്പോൾ നമുക്ക് കുറച്ച് ഉറക്കം മാത്രമേ ആവശ്യമുള്ളൂ എന്ന് പലരും കരുതുന്നു. അതൊരു മിഥ്യയാണ്. നിങ്ങളുടെ 40കളിൽ നിങ്ങൾക്കുണ്ടായിരുന്നതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിശ്രമം ആവശ്യമാണ്. നിങ്ങൾക്ക് കുറച്ച് ഉറക്കം ആവശ്യമാണ് എന്നതല്ല പ്രശ്നം. നിങ്ങളുടെ സ്ലീപ്പ് സ്വിച്ച് അല്പം തുരുമ്പിച്ചിരിക്കുന്നു എന്നതാണ് പ്രശ്നം. മെലറ്റോണിൻ പോലെ നിങ്ങളുടെ തലച്ചോറിനെ ഓഫാക്കാൻ പറയുന്ന കെമിക്കൽസ് പഴയതുപോലെ ശക്തമല്ല. കോർട്ടിസോൾ പോലുള്ള നിങ്ങളെ ഉണർത്തുന്ന രാസവസ്തുക്കൾ അഥവാ കെമിക്കൽസ് വളരെ കാലം സജീവമായി തുടരും. എന്നാൽ ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങൾക്ക് ആ സ്വിച്ച് വീണ്ടും പരിശീലിപ്പിക്കാൻ കഴിയും. പിറ്റേന്ന് രാവിലെ നിങ്ങളെ അലസവും അസ്ഥിരവുമായി തോന്നിപ്പിക്കുന്ന കനത്ത ഉറക്ക ഗുളികകൾ ഇനി നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് വിലയേറിയ ഗാഡ്ജറ്റുകൾ ആവശ്യമില്ല. നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്ന് നിങ്ങളുടെ ശരീരത്തെ ഉറങ്ങാൻ പ്രേരിപ്പിക്കുന്നതിനുള്ള 5 ശക്തമായ ശാസ്ത്രത്തിൻ്റെ പിന്തുണയുള്ള സാങ്കേതിക വിദ്യകൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുകയാണ്. ഇവ വെറും നുറുങ്ങുകളല്ല, ഇത് ഫിസിയോളജിക്കൽ ട്രിഗറുകളാണ്. ഞങ്ങൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കുറയ്ക്കാൻ പോകുന്നു. നിങ്ങളുടെ തിരക്കുള്ള തലച്ചോറിനെ ഞങ്ങൾ ബോറടിപ്പിക്കാൻ പോകുന്നു. നിങ്ങളുടെ പേശികളിലെ അഥവാ മസിൽസിൻ്റെ ടെൻഷൻ ഞങ്ങൾ ശാരീരികമായി ഉരുക്കാനും പോകുന്നു. ടെക്നിക് നമ്പർ 1. ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഒരു ശ്വസന തന്ത്രമാണ് അഥവാ ബ്രീത്തിങ് ട്രിക്ക്. ടെക്നിക് നമ്പർ 3 എന്നത് ചിന്തകളെ തൽക്ഷണം നിർത്തുന്ന ഒരു മെൻ്റൽ ഗെയിമാണ്. ടെക്നിക് നമ്പർ 5 എന്നത് സൈനികരെ കിടങ്ങുകളിൽ അഥവാ ട്രഞ്ചസിൽ ഉറങ്ങാൻ സഹായിക്കുന്നതിന് സൈന്യം ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സുഖകരമായ കിടക്കയിൽ ഉറങ്ങാൻ ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അപ്പോൾ ലൈറ്റുകൾ ഓഫ് ചെയ്യുക, സുഖകരമായിരിക്കുക. നമുക്ക് നിങ്ങളുടെ രാത്രി വീണ്ടെടുക്കാം. ടെക്നിക് 1. 4-7-8 ബ്രീത്ത്. നിങ്ങളുടെ കൈവശമുള്ള ഏറ്റവും ശക്തമായ ഉപകരണത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. അത് സൗജന്യമാണ്. ഇതെല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. കൂടാതെ ഇത് 60 സെക്കൻഡിനുള്ളിൽ പ്രവർത്തിക്കുന്നതുമാണ്. ഇത് നിങ്ങളുടെ ശ്വാസമാണ്. ഇപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്കെങ്ങനെ ശ്വസിക്കണമെന്നറിയാം. ഞാൻ 70 വർഷമായി ഇത് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് വ്യത്യസ്തമാണ്. ഇത് 4-7-8 രീതി എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക താളമാണ്. നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാത്തപ്പോൾ നിങ്ങളുടെ നെർവസ് സിസ്റ്റം സാധാരണയായി ഫ്ലൈറ്റ് മോഡിൽ കുടുങ്ങിക്കിടക്കും. നിങ്ങളുടെ ഹൃദയം അല്പം വേഗത്തിൽ മിടിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ഉണർന്നിരിക്കുന്നു. ഇച്ഛാശക്തിയോടെ ഉറങ്ങാൻ നിങ്ങൾക്ക് സ്വയം നിർബന്ധിക്കാനും കഴിയില്ല. എന്നാൽ നിങ്ങൾ ശ്വസിക്കുന്ന രീതി മാറ്റുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഗിയർ മാറ്റുവാൻ നിർബന്ധിക്കാം. നിങ്ങളുടെ ശ്വാസം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നേരം ശ്വാസം വിടുന്നതിലൂടെ നിങ്ങളുടെ തലച്ചോറിലെ ഒരു സ്വിച്ച് നിങ്ങൾ ശാരീരികമായി തിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബ്രെയിനിന് ഒരു മെസ്സേജ് കൊടുക്കുന്നു. എന്താണ് ആ മെസ്സേജ്? നമ്മൾ സേഫാണ്, നമുക്ക് വിശ്രമിക്കാം. ഇരുന്നോ കിടക്കയിൽ കിടന്നോ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ആദ്യം നിങ്ങളുടെ നാവിൻ്റെ അഗ്രമെടുത്ത് നിങ്ങളുടെ മുകളിലെ മുൻ പല്ലുകൾക്ക് തൊട്ടു പിന്നിൽ ടിഷ്യൂവിൻ്റെ വരമ്പിൽ വയ്ക്കുക. മുഴുവൻ സമയവും അത് അവിടെ തന്നെ വയ്ക്കുക. ഇനി ഈ പാറ്റേൺ പിന്തുടരുക. നിങ്ങളുടെ വായിലൂടെ പൂർണ്ണമായും ശ്വാസം വിടുക. ഒരു ഹൂഷ് ശബ്ദം ഉണ്ടാക്കുക. നിങ്ങളുടെ വായ അടച്ച് നിങ്ങളുടെ മൂക്കിലൂടെ 4 വരെ മനസ്സിൽ എണ്ണിക്കൊണ്ട് നിശബ്ദമായി ശ്വാസം എടുക്കുക. എന്നിട്ട് 7 വരെ മനസ്സിൽ എണ്ണിക്കൊണ്ട് ശ്വാസം പിടിച്ചു വയ്ക്കുക. നിങ്ങളുടെ വായിലൂടെ പൂർണ്ണമായും ശ്വാസം വിടുക. 8 വരെ എണ്ണുന്ന രീതിയിൽ പതിയെ ശ്വാസം വിടണം. അത് ഒരു ഹൂഷ് ശബ്ദം ഉണ്ടാക്കും. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരു റൗണ്ട് ശ്രമിച്ചു നോക്കാം. തയ്യാറാണോ? നിങ്ങളുടെ വായ അടയ്ക്കുക. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വസിക്കുക. 2, 3, 4. ഇപ്പോൾ അത് പിടിച്ചു വയ്ക്കുക. പിടിച്ചുകൊണ്ടേ ഇരിക്കുക. 2, 3, 4, 5, 6, 7. ഇനി വായിലൂടെ ശക്തിയായി ശ്വാസം വിടുക. 2, 3, 4, 5, 6, 7, 8. നമുക്ക് അത് വീണ്ടും ചെയ്യാം. മൂക്കിലൂടെ 4 വരെ എണ്ണുമ്പോൾ ശ്വാസം എടുക്കൂ. നെഞ്ച് വികസിക്കുന്നത് അനുഭവിക്കുക. 7 വരെ പിടിച്ചു നിർത്തുക. ഓക്സിജൻ നിങ്ങളുടെ രക്തത്തിൽ നിറയട്ടെ. 8 വരെ വായിലൂടെ ശ്വാസം വിടുക. ആ പഴകിയ വായു മുഴുവൻ പുറത്തേക്ക് തള്ളിവിടുക. ഒരിക്കൽ കൂടി ചെയ്യാം. 4 എണ്ണം അകത്ത് കയറ്റുക. 7 വരെ പിടിച്ചു നിർത്തുക. നിങ്ങൾ പിടിച്ചു നിൽക്കുമ്പോൾ നിങ്ങളുടെ തോളുകൾ വിശ്രമിക്കുക. 8 വരെ പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശരീരം കിടക്കയിൽ ലയിക്കട്ടെ. കിടക്കയിൽ ഇത് ചെയ്യുമ്പോൾ
ഈ ശ്വാസത്തിൻ്റെ 4 സൈക്കിൾസ് അഥവാ 4 വട്ടം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 4ാമത്തെ തവണ ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് മന്ദഗതിയിലായതായി നിങ്ങൾ ശ്രദ്ധിക്കും. ഇത് നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിന് ഒരു സ്വാഭാവിക ശാന്തത പോലെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ അർദ്ധരാത്രിയിൽ ഉണരുകയാണെങ്കിൽ ക്ലോക്കിലേക്ക് നോക്കരുത്, ശ്വസനത്തിലേക്ക് നേരിട്ട് പോകുക. മിലിറ്ററി മെത്തേഡ് ഉൾപ്പെടെ 4 സാങ്കേതിക വിദ്യകൾ കൂടെ നമുക്ക് പിന്തുടരാനുണ്ട്. അത് തികച്ചും ആകർഷകമാണ്. പക്ഷേ നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അർഹിക്കുന്ന വിശ്രമം ഒടുവിൽ ലഭിക്കാൻ തയ്യാറാണെങ്കിൽ ദയവായി ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങളൊരു കമ്മ്യൂണിറ്റിയിൽ ഭാഗമാകുകയാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോ സൃഷ്ടിക്കുവാനും അതെന്നെ സഹായിക്കും. ഇനി 2ാമത്തെ ടെക്നിക്കിലേക്ക് കടക്കാം. ടെക്നിക് നമ്പർ 2, പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. ഇത് ശാരീരികമായ അസ്വസ്ഥത അനുഭവപ്പെടുന്ന ഏതൊരാൾക്കും വേണ്ടിയുള്ളതാണ്. ആ തോന്നൽ നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് സുഖമായിരിക്കാൻ കഴിയില്ല, തലയിണ വളരെ ചൂടാണ്, പുതപ്പ് വളരെ ഭാരമുള്ളതായി തോന്നുന്നു, നിങ്ങളുടെ കാലുകൾ ഇഴയുന്നതായി തോന്നുന്നു. കിടക്കുമ്പോൾ പോലും നമ്മൾ പലപ്പോഴും ഉപബോധ മനസ്സോടെ നമ്മുടെ മസിലുകളിൽ ടെൻഷൻ നിലനിർത്തുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ താടിയെല്ല് മുറുക്കുകയോ ഷോൾഡർ കുലുക്കുകയോ ചെയ്തേക്കാം. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ അല്ലെങ്കിൽ PMR ആ പിരിമുറുക്കം അഥവാ ടെൻഷൻ ഒഴിവാക്കാൻ പ്രേരിപ്പിക്കുന്നു. ആശയം വളരെ ലളിതമാണ്. പിരിമുറുക്കമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു മസിലിനെ നിങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കാനും കഴിയില്ല. അതിനാൽ നമ്മൾ മനഃപൂർവ്വം ടെൻഷൻ സൃഷ്ടിച്ച് അത് വിടാൻ പോകുകയാണ്. നമ്മൾ ഞെക്കി പിടിച്ച് വിടാൻ പോകുന്നു. നിങ്ങൾ കിടക്കയിൽ കിടക്കുകയാണ് എന്ന് സങ്കല്പിക്കൂ. നിങ്ങളുടെ കാലുകളിൽ നിന്ന് ആരംഭിക്കുക. നിങ്ങളുടെ കാൽവിരലുകൾ താഴേക്ക് ശക്തമായി ചുരുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവയെ ഞെരുക്കുക. നിങ്ങളുടെ കാഫ്സ് മുറുക്കുക. അല്പനേരം അത് ഹോൾഡ് ചെയ്യുക. ആ പിരിമുറുക്കം ശരിക്കും അനുഭവിക്കുക. ഇപ്പോൾ അത് റിലീസ് ചെയ്യുക. നിങ്ങളുടെ പാദങ്ങൾ തുറക്കാൻ അനുവദിക്കുക. നിങ്ങളുടെ കാൽവിരലുകളിലേക്ക് രക്തം വീണ്ടും ഒഴുകുന്നത് അനുഭവിക്കുക. അവ ഇപ്പോൾ എത്ര ഭാരമുള്ളതാണെന്ന് അനുഭവിക്കുക. അടുത്തത് നിങ്ങളുടെ തുടകളിലേക്ക് നീങ്ങുക. നിങ്ങളുടെ തുടയുടെ മസിൽസ് ഞെരുക്കുക. നിങ്ങളുടെ കാൽമുട്ടുകൾ ഒരുമിച്ചമർത്തുക. നിങ്ങളുടെ ബട്ടോക്സ് മുറുക്കുക. മുറുക്കി പിടിക്കൂ. 3, 2, 1 പിന്നെ വിടുക. നിങ്ങളുടെ കാലുകൾ മെത്തയിൽ സിങ്ക് ചെയ്യാൻ അനുവദിക്കുക. ഇനി നിങ്ങളുടെ കൈകളിലേക്ക് നീങ്ങുക. മുഷ്ടി ചുരുട്ടുക. നിങ്ങളുടെ ഫോറാംസ് മുറുക്കുക. എന്തെങ്കിലും പിടിക്കുന്നത് പോലെ ശക്തമായി ഞെക്കുക. ഹോൾഡ് ചെയ്യുക. പിന്നെ അത് വിടുക. നിങ്ങളുടെ വിരലുകൾ തുറക്കുക. അവ സൗമ്യമായി ചലിപ്പിക്കുക. നിങ്ങളുടെ കൈപ്പത്തിയിലെ ചൂട് നിങ്ങൾ അനുഭവിക്കുക. അടുത്തത് നിങ്ങളുടെ തോളുകളാണ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെലുത്തുന്നത്. നിങ്ങളുടെ തോളുകൾ നിങ്ങളുടെ ചെവിയിലേക്ക് വലിക്കുക. അവ ഉയർത്തിപ്പിടിക്കുക. നിങ്ങളുടെ കഴുത്ത് മുറുക്കുക. ഹോൾഡ് ചെയ്യുക. പിന്നെ ഡ്രോപ്പ് ചെയ്യുക. അവ നിങ്ങളുടെ ചെവിയിൽ നിന്ന് അകന്നു പോകട്ടെ. നിങ്ങളുടെ കഴുത്തിനും തലയിണയ്ക്കും ഇടയിലുള്ള സ്പേസ് നിങ്ങൾ അനുഭവിക്കുക. അവസാനമായി നിങ്ങളുടെ മുഖമാണ്. ഇവിടെ നമ്മൾ വളരെയധികം ടെൻഷൻ സഹിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ഞെരിക്കുക. നിങ്ങളുടെ മൂക്ക് ചുളിക്കുക. നിങ്ങളുടെ താടിയെല്ല് മുറുക്കുക. ഒരു തമാശയുള്ള മുഖം നിങ്ങൾ ഉണ്ടാക്കുക. അത് ഹോൾഡ് ചെയ്യുക. പിന്നെ വിടുക. നിങ്ങളുടെ താടിയെല്ല് അയഞ്ഞു പോകട്ടെ. നിങ്ങളുടെ നാവ് നിങ്ങളുടെ വായിൽ വിശ്രമിക്കട്ടെ. നിങ്ങളുടെ നെറ്റി മിനുസപ്പെടുത്തുക. കാൽവിരൽ മുതൽ തല വരെ ഈ സ്കാൻ നിങ്ങൾ ചെയ്യണം. മുഖത്തേക്ക് എത്തുമ്പോഴേക്കും ശരീരത്തിന് ഭാരം, ചൂട്, അയവ് എന്നിവ അനുഭവപ്പെടും. മസിൽസ് ഇത്രയും വിശ്രമിച്ചിരിക്കുമ്പോൾ സ്ട്രെസ് നിലനിർത്തുന്നത് ശാരീരികമായി അസാധ്യമാണ് എന്നോർക്കുമല്ലോ. 3ാമത്തെ ടെക്നിക്ക് കോഗ്നിറ്റീവ് ഷഫ്ലിംഗ്. ഇനി നമുക്ക് ഉറക്കത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവിനെ അഭിസംബോധന ചെയ്യാം. അത് ഓടുന്ന മനസ്സാണ് അഥവാ റേസിംഗ് മൈൻഡ്. നിങ്ങൾ കിടക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ ആശങ്കകളുടെ ഒരു മികച്ച ഹിറ്റ് ആൽബം ആരംഭിക്കും. ഞാൻ വൈദ്യുതി ബില്ലടച്ചോ? എൻ്റെ ഇടുപ്പ് വേദന വഷളായാൽ ഞാൻ ഇനി എന്ത് ചെയ്യും? എൻ്റെ മകൾ ഫോണിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ശബ്ദം കുറച്ചത്? നിങ്ങളുടെ തലച്ചോറിനോട് ചിന്തിക്കുന്നത് നിർത്താൻ പറയാൻ പറ്റില്ല. അതൊരിക്കലും പ്രവർത്തിക്കില്ല. ഒരു പിങ്ക് ആനയെക്കുറിച്ച് ചിന്തിക്കരുത് എന്നാരോടെങ്കിലും പറയുന്നത് പോലെയാണ് ഇത്. നിങ്ങൾ ഉടനെ തന്നെ ഒരു പിങ്ക് ആനയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. പകരം വിരസവും അർത്ഥശൂന്യവുമായി എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങളുടെ തലച്ചോറിനെ വ്യതിചലിപ്പിക്കേണ്ടതുണ്ട്. ഈ ടെക്നിക്കിനെയാണ് കോഗ്നിറ്റീവ് ഷഫ്ലിംഗ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ചിന്തകളെ വ്യതിചലിപ്പിക്കാൻ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഇത് കണ്ടുപിടിച്ചതാണ്. നിങ്ങളൊരു ലളിതമായ വാക്ക് തിരഞ്ഞെടുക്കാൻ പോകുന്നു. ബെഡ് ടൈം എന്ന വാക്ക് നമുക്കെടുക്കാം. ഇനി ആ വാക്കിലെ ഓരോ അക്ഷരത്തിനും ആ അക്ഷരത്തിൽ തുടങ്ങുന്ന പുതിയ വാക്കുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും കുറച്ച് നിമിഷങ്ങൾ അവയെ ദൃശ്യവൽക്കരിക്കുകയും വേണം. നമുക്ക് ബിയിൽ നിന്ന് ആരംഭിക്കാം. ഒരു കരടിയെ ചിത്രീകരിക്കുക, ബെയർ. തേൻ കഴിക്കുന്ന കരടിയെ കാണാം. ഒരു പന്ത് അഥവാ ബോൾ പിന്നീട് ചിത്രീകരിക്കുക. ഒരു ചുവന്ന റബ്ബർ പന്ത് കുതിച്ചുയരുന്നു. ഒരു ബേബി ഒരു തൊട്ടിലിൽ ഉറങ്ങുന്നത് ചിത്രീകരിക്കുക. ഒരു തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ബോട്ടിനെ ചിത്രീകരിക്കുക.
ബി എന്ന ലെറ്റർ ഉപയോഗിച്ചുള്ള നിങ്ങളുടെ വാക്കുകൾ തീർന്നു പോകുമ്പോൾ അടുത്ത വാക്കിലേക്ക് പോകാം. ഇയിലേക്ക് നീങ്ങുക. ആന അഥവാ എലിഫന്റ്, വലിയ ചാര നിറത്തിലുള്ള ചെവികൾ. മുട്ട, ഒരു പാത്രത്തിൽ ഒരു പൊരിച്ച മുട്ട. എൻവലപ്പ്, ഒരു വെളുത്ത ലെറ്റർ. പിന്നെ ഡി ലെറ്ററായി. നായ അഥവാ ഡോഗ്, വാതിൽ, ഡ്രം. ഇതെന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങളുടെ തലച്ചോറിൻ്റെ ലോജിക് സെൻറ്ററിന്, അതായത് ടെൻഷൻ അടിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്ന ഭാഗത്തിന് ഈ ക്രമരഹിത ചിത്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തതിനാലാണ് ഇത് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ്. നമ്മൾ സ്വപ്നം കാണുന്നതിന് തൊട്ടു മുമ്പ് നമുക്കുള്ള ക്രമരഹിതമായ വിഘടിച്ച ചിന്തകളെ നിങ്ങൾ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. ഓ, നമ്മളിപ്പോൾ അസംബന്ധം ചിന്തിക്കുകയാണ്, നമ്മൾ ഇനി ഉറങ്ങണം. നിങ്ങളുടെ തലച്ചോറിനെ ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിപ്പിക്കുന്നത്. പുലർച്ചെ 3 മണിക്ക് ഒരു വിഷമത്തോടെ നിങ്ങൾ ഉണരുകയാണെങ്കിൽ ഒരു വാക്ക് അപ്പോൾ തന്നെ ചിന്തിക്കുക. ഉദാഹരണത്തിന് ഗാർഡൻ അഥവാ തോട്ടം പരീക്ഷിക്കുക. GAR തുടങ്ങിയ അക്ഷരങ്ങൾ. നിങ്ങൾ വാക്കിൻ്റെ അവസാനം എത്തില്ലെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. 4ാമത്തെ ടെക്നിക്കിലേക്ക് പോകാം. ദ വറി ഡംപ്. ടെക്നിക് നമ്പർ 4 ഒരു പ്രതിരോധ നടപടിയാണ്. ഉറങ്ങാൻ കിടക്കുന്നതിന് ഏകദേശം 30 മിനിറ്റ് മുമ്പ് നിങ്ങൾ ചെയ്യുന്ന കാര്യമാണിത്. കമ്പ്യൂട്ടർ വിദഗ്ധർ റാമിനെ കുറിച്ച് സംസാരിക്കും, അല്ലേ? റാൻഡം ആക്സസ് മെമ്മറി. ഒരു കമ്പ്യൂട്ടറിൽ വളരെയധികം വിൻഡോകൾ തുറന്നിരിക്കുമ്പോൾ അത് വേഗത കുറയ്ക്കുകയും അമിതമായി ചൂടാകുകയും ചെയ്യുന്നു. നിങ്ങളുടെ തലച്ചോറും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ എല്ലാ ടാബുകളും തുറന്ന് ഉറങ്ങാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ അവ മറക്കാതിരിക്കാൻ നിങ്ങളുടെ ബ്രെയിൻ രാത്രി മുഴുവൻ അവയെ സജീവമായി നിലനിർത്താൻ ശ്രമിക്കും. നിങ്ങൾ ടാബുകൾ അടയ്ക്കേണ്ടതുണ്ട്. നിങ്ങൾക്കൊരു വറി ഡംപ് അഥവാ വേവലാതി ഡംപ് ചെയ്യേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ നൈറ്റ് സ്റ്റാൻഡിലോ നിങ്ങളുടെ പ്രിയപ്പെട്ട കസേരക്കരികിലോ ഒരു സിമ്പിൾ നോട്ട്ബുക്കും പേനയും സൂക്ഷിക്കുക. വൈകുന്നേരം ഇരുന്ന് നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം അതിലെഴുതുക. പക്ഷേ അതിലൊരു കാര്യമുണ്ട്, നിങ്ങളത് 2 കോളങ്ങളിലായി എഴുതണം. 1ാമത്തെ കോളത്തിൽ ഞാൻ എന്തിനെക്കുറിച്ചാണ് വിഷമിക്കുന്നത് എന്നെഴുതാം. 2ാമത്തെ കോളത്തിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ്. ഉദാഹരണത്തിന്, എനിക്ക് ഡെന്റിസ്റ്റുമായി ഒരു അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടതുണ്ട്. ഇത് നിങ്ങളുടെ വിഷമമാണ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നാളെ രാവിലെ 9 മണിക്ക് ഡോക്ടറിനെ വിളിക്കുക. അടുത്ത വിഷമം നോക്കാം. മേൽക്കൂരയിലെ ചോർച്ചയെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ചൊവ്വാഴ്ച മേൽക്കൂര ശരിയാക്കുന്നതിനായി അയൽക്കാരനോട് ചോദിക്കുക. അടുത്ത ഘട്ടം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ വിഷമം ഉപേക്ഷിക്കാൻ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിന് അനുമതി നൽകുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് എന്താണ് പറയുന്നത്? ഇത് എഴുതിയിരിക്കുന്നു, ഞങ്ങൾക്കൊരു പദ്ധതിയുണ്ട്, നമ്മൾ ഉറങ്ങുമ്പോൾ ഈ വിവരണങ്ങൾ കൈവശം വെക്കേണ്ടതില്ല. ഇത് ലളിതമായി തോന്നുന്നു, പക്ഷേ എഴുതുന്ന ഈ പ്രവൃത്തി നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഭാരം പേപ്പറിലേക്ക് മാറ്റുകയാണ്. നോട്ട്ബുക്ക് അടച്ചു വയ്ക്കുക, പേന താഴെ വയ്ക്കുക, എന്നിട്ട് സ്വയം പറയുക, രാത്രി ഓഫീസ് അടച്ചിരിക്കും. ടെക്നിക് നമ്പർ 5 സൈനിക രീതി അഥവാ മിലിറ്ററി മെത്തേഡ്. ഉച്ചത്തിലുള്ള ശബ്ദങ്ങളും ഉയർന്ന സമ്മർദ്ദവും ഉണ്ടായാലും പൈലറ്റുമാരെ 2 മിനിറ്റോ അതിൽ കുറവോ സമയത്തിനുള്ളിൽ ഉറങ്ങാൻ സഹായിക്കുന്നതിന് US നേവി പ്രീ ഫ്ലൈറ്റ് സ്കൂൾ ഈ സാങ്കേതികവിദ്യ ജനപ്രിയമാക്കി. കോക്പിറ്റിലിരിക്കുന്ന ഒരു പൈലറ്റിന് ഇത് പ്രവർത്തിക്കുമെങ്കിൽ ഇത് നിങ്ങൾക്കും പ്രവർത്തിക്കും. ഇത് മസിൽ വിശ്രമത്തെ ഒരു പ്രത്യേക മാനസിക ദൃശ്യവൽക്കരണവുമായി സംയോജിപ്പിക്കുകയാണ്. ഇതിന് പരിശീലനം ആവശ്യമാണ്. ഇത് പ്രാവീണ്യം നേടാൻ കുറച്ച് ആഴ്ചകൾ എടുത്തേക്കാം. പക്ഷേ നിങ്ങളത് നേടിക്കഴിഞ്ഞാൽ അതൊരു സൂപ്പർ പവർ പോലെയാണ്. സ്റ്റെപ്സ് ഞാൻ പറയാം. സ്റ്റെപ്പ് 1, മുഖം റിലാക്സ് ചെയ്യുക. നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ സംസാരിച്ചു. പക്ഷേ സൈനിക രീതി മുഖത്ത് തീവ്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കണ്ണുകൾ അടയ്ക്കുക, പതുക്കെ ശ്വസിക്കുക. നിങ്ങളുടെ വായ്ക്കുള്ളിലെ മസിൽസ് ഉൾപ്പെടെ നിങ്ങളുടെ മുഴുവൻ മുഖവും റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ നാവ് റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ താടിയെല്ല് അൺക്ലഞ്ച് ചെയ്യുക. കണ്ണുകൾക്ക് ചുറ്റുമുള്ള പിരിമുറുക്കമൊക്കെ ഒഴിവാക്കുക. നിങ്ങളുടെ മുഖം തളർന്നിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് അതൊരു സിഗ്നൽ അയക്കുന്നു. 2ാമത്തെ സ്റ്റെപ്പ്, തോളുകൾ താഴ്ത്തുക. നിങ്ങളുടെ തോളുകൾ കഴിയുന്നത്ര താഴ്ത്തുക. അവ മെത്തയിൽ മെൽറ്റ് ആകുന്നത് സങ്കല്പിക്കൂ. നിങ്ങളുടെ കൈകൾ ശരീരത്തിൻ്റെ വശങ്ങളിലേക്ക് താഴ്ത്തട്ടെ. കൈപ്പത്തികൾ തുറക്കുക. 3ാമത്തെ സ്റ്റെപ്പ്, ശ്വാസം വിടുക. ശ്വാസം വിടുക, നിങ്ങളുടെ നെഞ്ച് വിശ്രമിക്കുക. തുടർന്ന് തുടകളിൽ നിന്ന് ആരംഭിച്ച് നിങ്ങളുടെ കാലുകൾ വരെ അത് റിലാക്സ് ചെയ്യുക. 4ാമത്തെ സ്റ്റെപ്പ് മാനസിക ശുദ്ധീകരണമാണ്, ദ മെൻ്റൽ ക്ലിയറിംഗ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. 10 സെക്കൻഡ് നേരത്തേക്ക് നിങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പേരക്കുട്ടികളെക്കുറിച്ചോ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചോ നിങ്ങളുടെ ബില്ലുകളെക്കുറിച്ചോ നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കാൻ കഴിയില്ല. ഞാൻ പറയാൻ പോകുന്ന 2 സ്റ്റാറ്റിക് ചിത്രങ്ങളിലൊന്ന് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാൻ മിലിറ്ററി മെത്തേഡ് നിർദ്ദേശിക്കുന്നു. ആദ്യത്തെ ചിത്രം, നിങ്ങൾ ശാന്തമായ ഒരു തടാകത്തിൽ ഒരു തോണിയിൽ കിടക്കുന്നു. മുകളിൽ നീലാകാശം മാത്രമാണ്. നീലാകാശത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 2ാമത്തെ ചിത്രം, ഒരു കറുത്ത മുറിയിലെ കറുത്ത വെൽവെറ്റ് തൂക്കുമഞ്ചത്തിൽ നിങ്ങൾ കിടക്കുകയാണ്. കറുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ മനസ്സ് ഒരു വിഷമത്തിലേക്ക് അലഞ്ഞു നടക്കുകയാണെങ്കിൽ സൈനിക രീതിക്ക് ഒരു പരിഹാരമുണ്ട്. വാക്കുകൾ ഇങ്ങനെ നിങ്ങൾ ആവർത്തിക്കുക: ചിന്തിക്കരുത്, ചിന്തിക്കരുത്, ചിന്തിക്കരുത്.
10 സെക്കൻഡ് നേരം വീണ്ടും വീണ്ടും ഇത് പറയുക. ഇത് മണ്ടത്തരമായി തോന്നാം, എങ്കിലും ചിന്തിക്കരുത് എന്ന് ആവർത്തിക്കുന്നത് മറ്റ് ചിന്തകളെ അകത്തേക്ക് കടക്കുന്നതിൽ നിങ്ങൾ തടയുകയാണ്. അതൊരു മതിൽ സൃഷ്ടിക്കുന്നു. നിങ്ങൾ ചിന്തകളെ തടഞ്ഞു നിർത്തി ശരീരത്തിന് വിശ്രമം നൽകിക്കഴിഞ്ഞാൽ സാധാരണയായി മിനിറ്റുകൾക്കുള്ളിൽ ഉറക്കം പിന്തുടരും. ഒരു ബോണസ് ടെക്നിക്ക് കൂടി ഞാൻ പറയാം. ദ ഗോൾഡൻ റൂൾ ഓഫ് ടെമ്പറേച്ചർ എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ എല്ലാ സാങ്കേതിക വിദ്യകൾക്കും ഒരു ബോണസ് ടിപ്പുണ്ട്. അത് ഗുണകരമായി പ്രവർത്തിക്കുന്നു. ഇത് താപനിലയെക്കുറിച്ചാണ്. പ്രായമാകുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും നമുക്ക് തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്നതിനാൽ പല മുതിർന്ന പൗരന്മാരും അവരുടെ കിടപ്പുമുറികൾ വളരെ ചൂടുള്ളതായി സൂക്ഷിക്കും. എന്നാൽ ഉറങ്ങാൻ നിങ്ങളുടെ കോർ ബോഡി ടെമ്പറേച്ചർ ഏകദേശം 2 ഡിഗ്രി കുറയേണ്ടതുണ്ട്. ഉറങ്ങാൻ അനുയോജ്യമായ താപനില യഥാർത്ഥത്തിൽ 65-നും 67 ഡിഗ്രി ഫാരൻഹീറ്റിനും ഇടയിലാണ്, അല്ലെങ്കിൽ ഏകദേശം 20 ഡിഗ്രി സെൽഷ്യസിന് ഇടയിലാണ്. അത് മരവിപ്പിക്കുന്നതായി തോന്നാം, പക്ഷേ ഇതാണ് തന്ത്രം. മുറി തണുപ്പിച്ച് സൂക്ഷിക്കുക, പക്ഷേ ചൂടുള്ള പുതപ്പുകൾ ഉപയോഗിക്കുക. സോക്സുകൾ ധരിക്കുക. അതെ, സോക്സുകൾ ധരിക്കണം. ചൂടുള്ള പാദങ്ങളും തണുത്ത മുറിയും ഒരു മാന്ത്രിക സംയോജനമാണ്. നിങ്ങളുടെ പാദങ്ങൾ ചൂടാകുമ്പോൾ നിങ്ങളുടെ രക്തക്കുഴലുകൾ വികസിക്കുന്നു. ഇത് നിങ്ങളുടെ ആന്തരിക ശരീരത്തിലെ ടെമ്പറേച്ചർ പുറത്തു കടക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കോർ തണുപ്പിക്കുന്നു. ഉറങ്ങാൻ സമയമായി എന്ന് ഇത് നിങ്ങളുടെ തലച്ചോറിനോട് പറയും. ഇന്ന് നമ്മൾ ഒരുപാട് വിവരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓർമ്മിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പോലെ തോന്നുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ പോകുന്നതിന് മുമ്പ് എനിക്കൊരു പ്രധാന അഭ്യർത്ഥന ഉള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാണെന്ന് തോന്നിയാൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ഒരു നിമിഷം എടുക്കുമല്ലോ. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളെപ്പോലെ തന്നെ സ്വാഭാവികമായി അവരുടെ ആരോഗ്യം കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ചേരുകയാണ്. കൂടാതെ ഇത് നിർണായകമാണ്. ഈ വീഡിയോയ്ക്ക് കീഴിലുള്ള സേവ് അല്ലെങ്കിൽ ബുക്ക് മാർക്ക് ബട്ടൺ നിങ്ങൾ കണ്ടെത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇന്ന് രാത്രി നിങ്ങൾക്ക് ഈ സാങ്കേതിക വിദ്യകളിൽ പ്രാവീണ്യമൊന്നും ലഭിച്ചേക്കില്ല. നാളെ പുലർച്ചെ 3 മണിക്ക് നിങ്ങൾ ഉണരുകയും ഒരു റിഫ്രഷർ ആവശ്യമായി വരികയും ചെയ്തേക്കാം. ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ സ്ലീപ്പ് ടൂൾ കിറ്റ് നിങ്ങളുടെ നൈറ്റ് സ്റ്റാൻഡിൽ തന്നെ സൂക്ഷിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഇത് കാണാവുന്നതാണ്. നിങ്ങളുടെ ശരീരം ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു, എങ്ങനെയെന്ന് ഓർമ്മിക്കാൻ ഞങ്ങളത് സഹായിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് അർഹിക്കുന്ന സമാധാനവും വിശ്രമവും നൽകുമെന്ന് ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നു. ശുഭരാത്രി, നന്നായി ഉറങ്ങൂ. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണും.